തമിഴ്നാട് ബോക്സ് ഓഫീസിൽ പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് യുവ താരം പ്രദീപ് രംഗനാഥൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഡ്രാഗൺ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ 2 ആഴ്ചത്തെ അതായത് 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രദീപ് രംഗനാഥൻ, അനുപമ പരമേശ്വരൻ, ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അശ്വിൻ മാരുവത്തു അണിയിച്ചിരിക്കിയ ചിത്രമായിരുന്നു ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ. തമിഴ്നാട് ബോക്സ് ഓഫീസിനെ പോലും വിറപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ മുന്നേറ്റം. വലിയ കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ 14ാം ദിവസമായിട്ടുള്ള ഇന്നലെ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 13ാം ദിവസം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 50 ലക്ഷത്തിന് മുകളിൽ അവിടെ പിന്നെ 14ാം ദിവസം ചിത്രത്തിന് തമിഴ് പതിപ്പിന് മാത്രം 1,80,00,000 രൂപയും തെലുങ്ക് പതിപ്പിന് 50 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന് തമിഴ് പതിപ്പ് ഇതിനോടൊപ്പം തന്നെ 64,85,00,000 രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഓവർസീസിൽ നിന്ന് മാത്രം 29 കോടി സ്വന്തമാക്കിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ 14 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 121,50,00,000 രൂപ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളൊന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു വീക്കെൻഡിൽ കേന്ദ്ര കഥാപാത്രത്തെ വിടാമൂർത്തി എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ തകർക്കുന്നതോടുകൂടി 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം എന്ന സവിശേഷത അല്ലെങ്കിൽ റെക്കോർഡ് ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോകുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രത്തിന് ഇപ്പോഴും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വീക്കെൻഡ് എത്രത്തോളം തുക കളക്ട് ചെയ്ത് നമുക്ക് വരും ദിവസങ്ങളോടെ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഡ്രാഗൺ എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.